ജോർദാനിൽ വെച്ചുണ്ടായ മാമോദീസയ്ക്ക് ശേഷം ഈശോയെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ഉണങ്ങിവരണ്ട ഈ പ്രദേശത്ത് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഈശോ 40 ദിവസക്കാലം കഴിച്ചുകൂട്ടി. അക്കാലത്ത് നമ്മുടെ കർത്താവ് സാത്താൻ്റെ പരീക്ഷണം നേരിടുവാനും അവശത അനുഭവിക്കുന്നവരിൽ ആശ്വാസം പകരുന്നതിന് മനുഷ്യകുലത്തിന് രക്ഷാമാർഗം തെളിയിക്കുന്നതിനും സ്വയം തയ്യാറെടുക്കുകയായിരുന്നു. ലോകത്തിൽ പിശാചിൻ്റെ ഭരണത്തെ നശിപ്പിക്കുവാനും ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുവാനുമായിരുന്നു മിശിഹായുടെ പുറപ്പാട്. പുണ്യാത്മാക്കളായ എല്ലാ മനുഷ്യരെയും വല്ലാത്ത സംശയത്തോടെയാണ് പിശാച് എപ്പോഴും വീക്ഷിക്കുക പതിവ്. ഒരിക്കൽ രക്ഷകൻ പ്രത്യക്ഷനാകും എന്നവന് അറിയാമായിരുന്നതുകൊണ്ട് ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. ക്രിസ്തു അനന്തമായ പുണ്യസങ്കേതമായതുകൊണ്ട് പിശാചിന് സംശയമുണ്ടായിരുന്നു. അതിനാൽ അവിടുത്തെ ശരിയായ വിലയറിയാൻ വേണ്ടി അവൻ അങ്ങയെ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഉപവാസം അവസാനിക്കാറായപ്പോൾ ക്രിസ്തു ക്ഷീണിതനായി. മരുഭൂമിയിൽ പിശാച് അവിടുത്തെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമായി മാറുവാൻ ആജ്ഞാപിക്കുക. ക്രിസ്തു തൻ്റെ കാൽക്കൽ കിടന്നിരുന്ന കല്ലുകളിലേക്ക് നോക്കി. അനന്തരം തിരിഞ്ഞ് സാത്താൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് തൻ്റെ ദൈവികത്വം വെളിപ്പെടുത്താതെ തന്നെ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് പൊഴിയുന്ന ഓരോ മൊഴിയും അവന് ജീവൻ നൽകും. നിരാശാജനകമാണ് ആ മറുപടി. പക്ഷേ സാത്താൻ തളർന്നില്ല. തൻ്റെ അന്വേഷണം തുടരാൻ വേണ്ടി അവൻ ഈശോയെ ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, അങ്ങ് ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ കീഴോട്ട് എടുത്തു ചാടുക. അങ്ങയെ സൂക്ഷിക്കാൻ ദൈവമാലാഖമാരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അങ്ങയുടെ കാല് കല്ലിൽ തട്ടിയെങ്കിലോ എന്ന് ശങ്കിച്ച് അവരുടെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഈശോ മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സാധാരണ ഒരു മനുഷ്യന് സാധിക്കാവുന്ന വിധത്തിൽ ക്രിസ്തു ഈ പരീക്ഷണം തരണം ചെയ്തു. പിന്നെയും സാത്താന് സംശയമുണ്ടായി. അസ്വസ്ഥനായിട്ടവൻ വേറൊരു ശ്രമം കൂടി നടത്തി. പെട്ടെന്നവൻ ഈശോയെ ഉയരമുള്ള ഒരു മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും അവയുടെ സർവ്വപ്രതാപവും മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് എന്നെ സാഷ്ടാംഗം വീണ് ആരാധിക്കുന്നുവെങ്കിൽ ഇവയെല്ലാം ഞാൻ അങ്ങേക്ക് തരാം. ക്രിസ്തു വളരെ കർക്കശമായ സ്വരത്തിൽ അതിന് ഇങ്ങനെ മറുപടി പറഞ്ഞു, സാത്താനെ ദൂരെ പോകൂ. നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കണമെന്നും മറ്റാരെയും സേവിക്കരുതെന്നും കൽപ്പിച്ചിട്ടുണ്ടല്ലോ. സാത്താന് പിന്നെയും പകപ്പായി. പക്ഷേ തുടർന്നൊരു പരീക്ഷണത്തിന് അവൻ അപ്പോൾ തയ്യാറായില്ല. ക്രിസ്തുവിൻ്റെ പങ്കപ്പാടിൻ്റെ കാലത്തേക്ക് തൻ്റെ യജ്ഞം നീട്ടിവെക്കുകയാണുണ്ടായത്. ഇതോർക്കുമ്പോൾ നമുക്ക് പരീക്ഷകൾ ഉണ്ടാകുന്നതിനെപ്പറ്റി ആശ്വാസം തോന്നുകയാണ്. സുവിശേഷം ഈ സംഭവ വിവരണം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, മാലാഖമാർ വന്ന് അവിടുത്തെ പരിചരിച്ചു.